ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു വാട്ടേറ്റിംഗ് ഡേ ആണ് കേട്ടോ. രാവിലെ തന്നെ ഗ്രീൻ ടീ കുടിച്ചുകൊണ്ട് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മോളെ എഴുന്നേറ്റു. സാധാരണ അവൾ 6:30-7 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കാറ്. ഇന്നെന്തോ ആൾ എഴുന്നേറ്റപ്പോൾ 8:30 മണി കഴിഞ്ഞു കേട്ടോ. അപ്പം ഇന്ന് എണീച്ച് നല്ല ഉറക്കമൊക്കെ തെളിഞ്ഞ് എണീറ്റുകൊണ്ട് തന്നെ ആൾ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതുപോലെ നല്ല സ്വഭാവത്തിലാണ് എഴുന്നേറ്റ് വരുന്നുണ്ടെങ്കിൽ തനിയെ തന്നെ മുഖമൊക്കെ കഴുകി ബ്രഷ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ബ്രഷ് ചെയ്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും ചമ്മന്തിയുമാണ്. അവൾ എന്താ ഈ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് മുട്ട വേണമെന്ന് പറഞ്ഞിട്ട് എടുത്ത് കരയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ 2 മുട്ട പുഴുങ്ങി കൊടുത്തു. അവൾക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ്. കണ്ടുടഞ്ഞത് തന്നെ എടുത്തുകൊണ്ട് ഓടുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആൾ തനിയാണ് കേട്ടോ കഴിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. തനിയെ കഴിച്ചോളാം അവൾ തന്നെ പറഞ്ഞോളൂ. ഞാൻ വായിൽ വെച്ച് കൊടുത്താലും വേണ്ട, അവൾ തന്നെ തനിയെ കഴിച്ചോളാം എന്ന് പറയും. പിന്നെ ചോറ് മാത്രം ഞാൻ വാരി കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ ചോറൊക്കെ തനിയെ കഴിക്കേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം ചെതറി വാരിയിടും. അങ്ങനെ അതിനുശേഷം ഉച്ചയ്ക്ക് കഴിച്ചത് ചോറും പുളിശ്ശേരിയും തോരനും മീൻകറിയാണ് കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റവും കൂടെ ഉണ്ടായിരുന്നു, പാവയ്ക്ക ഫ്രൈ. അത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയതല്ല, പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല മുരുമുരാന്നിരിക്കും. ഇത് വെറുതെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചോറുണ്ടാണ്. ഒരു പ്ലേറ്റിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കോരി. ഞാനും മോളും ചോറൊക്കെ കൊണ്ടു. അവൾ കിടന്ന് അന്വേഷിച്ച് ഉറങ്ങി കേട്ടോ. അങ്ങനെ ഇതാ മോളെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് കേട്ടോ. ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് എഴുന്നേറ്റുകൊണ്ട് തന്നെ ചായ വേണം. ചായ ഭയങ്കര നിർബന്ധമാണ്. പക്ഷേ എനിക്കെന്നാൽ ചായ തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഇതാ മോൾക്ക് ചായയും പോപ്കോൺ ആയിട്ടാണ് കേട്ടോ ഇന്ന് കഴിക്കാൻ വേണ്ടി കൊടുത്തത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പോപ്കോൺ. അങ്ങനെ അതുമായിട്ട് അവൾ കഴിക്കുകയാണ്. ഇത്രയും കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവൾ ഇത്രയും കഴിക്കുമോ എന്ന്. അവൾ ഇത്രയും കഴിക്കത്തില്ല. അവൾക്ക് ആവശ്യമുള്ളത് കഴിച്ചിട്ട് കൊണ്ടങ്ങ് വയ്ക്കുക കേട്ടോ. അത് തന്നെ ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ചേട്ടൻ ചോദിച്ചു നമുക്ക് ശംഖുമുഖത്ത് പോയാലോ, കിട്ടിയ ചാൻസ് കളയാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എന്താ പോയാലോ. അങ്ങനെ ഞങ്ങൾ ശംഖുമുഖത്തൊക്കെ പോയി കുറേ നേരം കടൽക്കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ നേരം അവിടെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തന്നു. അതും കുടിച്ച് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയേട്ടോ. നല്ല വിശപ്പായതുകൊണ്ട് പിന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോഴേക്കും സമയം ഒത്തിരിയാവും. അപ്പം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ 10 മണിയായിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ പാട്ട് ഇതൊക്കെയുള്ളൂ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.